ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണെന്ന് കരുതിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാത്ത കുറേ ഫുഡ് ഐറ്റംസ് കാണില്ലേ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ അറബിക് ഐറ്റംസ് ഒന്നും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അധികം ഞാനങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല. ഉണ്ടാക്കി നോക്കുന്നത് പിന്നല്ലേ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. മേ ബി ഇവിടെ അധികം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ നാട്ടിൽ പോകത്തുള്ളൂ. പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാലും കൂടുതലും നാടൻ ഫുഡൊക്കെയാണല്ലോ ടേസ്റ്റ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. മേ ബി അതായിരിക്കാം. എന്തോ എനിക്കറിയത്തില്ല. ഞാനാകെ കഴിച്ചു നോക്കിയിട്ടുള്ളത് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമായി പോവും. എന്തായാലും നമുക്ക് അൽഫാം ചിക്കനിലോട്ട് വരാം. നമ്മളിവിടെ ഡിന്നറിന് ഒരുപാട് ഗ്രില്ല് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അപ്പം എപ്പോഴും ഒരു സിമ്പിൾ മാരിനേഷൻ പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കാം. എപ്പോഴും സെയിം ആയി കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മടുക്കുമല്ലോ. അപ്പം ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനാണ് അൽഫാം ചിക്കൻ ഇങ്ങനെ പൊങ്ങി വന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ റെസിപ്പീസ് ഒന്ന് തപ്പിപ്പിടിച്ചെടുത്തത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സിമ്പിൾ കേട്ടോ. ആകെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഏറെ വെക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം കാലത്ത് ഞാനെല്ലാം മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വൈകുന്നേരത്തേക്കാണ് ഗ്രില്ല് ചെയ്തത്. അപ്പോഴത്തേക്ക് നല്ല ഫ്ലേവർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും സിമ്പിളാണെന്ന് ഉണ്ടാക്കി നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത്